ഹലോ ഗൈസ് 24/7 ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ശുഭയുടെ ബർത്ത്ഡേ ആണ്, ജൂൺ 22. അപ്പോൾ എല്ലാവരും ഡെക്കറേഷനിലാണ്, പുറത്തെ ഡെക്കറേഷനാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എൻ്റെ ചേട്ടായിയുടെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടായിമാരും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുകയാണ്. അപ്പം നമ്മളൊരു 4 മണിയായപ്പം ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വരാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്കും കൂടെ വന്നാൽ മതി. ഇതേ ക്യാമറമാനും ഒക്കെ എത്തിയിരിക്കുകയാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ കസിൻസും ഒക്കെ വന്നു. പിന്നെ നമ്മുടെ കേക്ക് വെൽഡിൽ നിന്നാണ് നമ്മുടെ ഓച്ചറയിൽ. അപ്പോൾ അവർ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചുകൊണ്ട്. ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ട് നമ്മളവിടെ കുറച്ച് കസേരയൊക്കെ ഇട്ടുണ്ട്, കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി ബഹളമാക്കാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ ക്രോസിന് കസേരയൊക്കെ ഇട്ട് ഒരു ചെറിയ ഒരു വോൾ പോലെ ആക്കി വെച്ചിരുന്നു. കാരണം അങ്ങോട്ട് കയറി കഴിഞ്ഞ പിള്ളേർ ബലൂണെല്ലാം എല്ലാവരും പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറയണം. അപ്പോഴത്തേക്ക് അവിടുന്ന് നമ്മുടെ ക്യാമറമാനൊക്കെ പറഞ്ഞ് നമുക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ ഇനിയും നിൽക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു നമ്മൾ അകത്ത് ഡെക്കറേഷൻ ചെയ്തത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് അത്യാവശ്യം നല്ല നീറ്റായിട്ടൊന്ന് ചെയ്യാൻ നമ്മൾ നോക്കി. പിന്നെ ഇതൊക്കെ നമ്മുടെ കസിൻസും പിന്നെ ഇതെൻ്റെ അമ്മയുടെ അമ്മയും പിന്നെ അച്ഛൻ്റെ ഇവിടുത്തെ പപ്പായുണ്ടല്ലോ, ചേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരും ഒക്കെയാണ്. പിന്നെ അനിയൻ്റെ വൈഫും പിന്നെ അമ്മേൻ്റെ ചേച്ചിയും അനിയത്തിമാരും പിന്നെ അങ്ങനെ അവരുടെ മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ കസിൻസും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇച്ചു ബേബി ആണെങ്കിൽ ഇവിടെ ഒരുങ്ങി സുന്ദരനായിട്ട് അമ്മേൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഇപ്പം നല്ല ആയിട്ട് കളിച്ചൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ കറക്റ്റ് കേക്ക് മുറിക്കാൻ നേരം നല്ല കരച്ചിലായിരുന്നു, ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം എല്ലാവരെയൊക്കെ കണ്ടിട്ടേ ഇങ്ങനെ എല്ലാവരെയും വലിയ ബഹളത്തിലൊന്നും പുള്ളി അങ്ങനെ ഒരുപാട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ അമ്മയും അനിയത്തിയും അമ്മേൻ്റെ അനിയൻ്റെ ഭാര്യ എല്ലാവരും ഉണ്ട്. എൻ്റെ മാമിമാരും ഒക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവരവിടെ ഇരിക്കുക. പിന്നെ അത് യേശുവിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് അമ്മ. കയ്യിലൊരു ചെറിയ മിഠായിയുടെ സൈക്കിളുണ്ടല്ലോ, അതും വെച്ച് അവനിരുന്ന് കളിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര ചിരിയൊക്കെ കേട്ടോ. ഞങ്ങൾ മേടിച്ച് ഇങ്ങനെ ചിരിച്ച് കളിച്ചിരുന്നതുകൊണ്ട് ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുമ്പോൾ നല്ലതായിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസൊക്കെ ചെയ്ത് തരുമെന്ന്. പക്ഷെ വെറുതെ പ്രതീക്ഷ മാത്രമായിരുന്നു. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസൊന്നും വൃത്തിക്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഓച്ചറ കേക്ക് വേൾഡിൽ നിന്നാണ് നമ്മൾ തീം പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ, ജംഗിള്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു 4 കിലോയാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് ഈ ഒരു മോഡലിന് വലിയ പൈസയൊന്നും ആയില്ല, ഒരു 5K അടുത്തൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറേ കപ്പ് കേക്ക്സും കൂടെ പറഞ്ഞിട്ടുണ്ട്, 5 എണ്ണം. അപ്പോൾ അതിനും പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്നു. കേക്കൊന്നും നമ്മൾ പറയുന്നുണ്ട്, അയ്യോ താഴെയൊന്നും പോവല്ലേ, കാരണം താഴെയൊക്കെ പോയാൽ തീർന്നല്ലോ. അപ്പം ചേട്ടൻ പെതുക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഹോം ഡെലിവറി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ നമ്മൾ പോയി കേക്ക് മേടിക്കുമായിരുന്നെങ്കിൽ ഇനി എത്തുന്നതിന് മുന്നേ എവിടെയെങ്കിലും താഴെ ഇട്ടേനെ. പിന്നെ അവർ നല്ല നീറ്റായിട്ടെല്ലാം ചെയ്തായിരുന്നു കേട്ടോ. അവരിവിടെ കറക്റ്റ് സമയത്തിന് കൊണ്ടുവന്ന് എന്നിട്ട് നമുക്ക് തന്നെ വെച്ച് തന്നിട്ട് അവർ പിതുക്കെ അതെല്ലാം സെറ്റ് ചെയ്ത് തരുമൊക്കെ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ കേക്ക് ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തു തരും. കുറച്ച് നേരത്തെ ഒരാഴ്ചക്കൊക്കെ മുന്നേ പറഞ്ഞാലും മതി കേട്ടോ. അവർ നമുക്ക് ഡിസൈൻസൊക്കെ തരുമൊക്കെ ചെയ്യും. അങ്ങനെ കേക്ക് മുറിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും പോയി. അപ്പോൾ ഇനി നമ്മൾ കേക്കൊക്കെ മുറിക്കുകയാണ്. ഇച്ചു നല്ല ബഹളമായിരുന്നു, കാരണം അവന് നല്ലതായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രസ്സും അതുപോലെ തന്നെ എല്ലാം. നമ്മുടെ ക്യാമറമാൻ്റെ കയ്യിൽ ഒരു ചില ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ലൈറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് അവന് നന്നായിട്ട് ചൂടെടുത്ത്. നമുക്ക് ഫാനും ഇടാൻ പറ്റില്ല, ഫാനിട്ട് ഇതൊക്കെ പറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫാനും ഇട്ടില്ല. പക്ഷെ നന്നായിട്ട് ചൂടെടുത്ത് ഞങ്ങൾ ഒഴുകുമായിരുന്നു. പിന്നെ അവൻ കേക്കൊക്കെ ഒന്ന് മുറിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി കേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം കരച്ചിലൊക്കെ നീന്നു കേട്ടോ. പിന്നെ കത്തിയൊക്കെ കൈ കിട്ടിയപ്പോഴത്തേക്ക് അവനൊരു രസം തോന്നി. പിന്നെ കുറച്ച് നേരം ആ കത്തിയിലിരുന്ന കേക്കൊക്കെ ഇങ്ങനെ നക്കിയൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കരയാണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞപ്പോൾ കുറേ പിന്നെ നമ്മൾ ഫോട്ടോ എടുപ്പും പിന്നെ എല്ലാവരും ഗിഫ്റ്റ്സൊക്കെ തരണമല്ലോ, ഗിഫ്റ്റ്സൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു തിരക്കും ഒക്കെ ആയിരുന്നു. പിന്നെ അവർ നിർത്തി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് ഈ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ആൽബം കൂടെ അവർ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഗോകുലിനാണ് കേട്ടോ ഫോട്ടോഗ്രാഫറിൻ്റെ പേര്. അവൻ്റെ ഡാസ്ലിംഗ് വെഡ് സ്റ്റോറീസ് എന്നോ അങ്ങനെ എന്തോ ആണ് അവരുടെ ഈ ഫോട്ടോഗ്രാഫിയുടെ പേര്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഇപ്പം പപ്പമാരും ഇവിടുത്തെ പപ്പയും അമ്മയൊക്കെ വന്ന് കേക്ക് കൊടുത്ത്, അത് കഴിഞ്ഞ് എൻ്റെ പപ്പയും അമ്മയും വന്ന് കേക്ക് കൊടുത്ത്. എൻ്റെ അമ്മയാണെങ്കിൽ ഇച്ചിരി ഏറെ കൊടുത്തു കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ഇച്ചിരി ഇതിനെ വെച്ച് കൊടുത്താൽ മതിയെന്ന്. അതുകൊണ്ട് പിന്നെ വന്നവരൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തൊട്ട് നാക്കേ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടായും ചേച്ചിയുടെ മോനും ഉണ്ട്. അവനാണെങ്കിൽ കേക്കൊക്കെ നക്കി തിന്നുന്നുണ്ട്. കേക്കാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കേക്ക് മുറിക്കാനൊക്കെ അവൻ വഴക്കിടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലോലിപോപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഇഷുവിൻ്റെ ഫോട്ടോഷൂട്ടിന് നമ്മൾ 2 വാങ്ങിച്ചായിരുന്നു ലുലുവിൽ നിന്ന്. പക്ഷേ ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ചുള്ളൂ, ഒരെണ്ണം അംബ്ലൂസിന് വേണ്ടി എടുത്തു വെച്ചു. ഇന്ന് രാവിലെ ഞാൻ കൊടുത്തതാണ്. പക്ഷേ ചേച്ചി പറഞ്ഞു അത് കൊടുക്കണ്ട, ഇവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ റൂമിൽ കയറിയപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇഷ്യൂ ആ സമയത്ത് ഭയങ്കര വഴക്കായിരുന്നു അത് കിട്ടാൻ വേണ്ടി. അത് ഇച്ചിരി കൊടുത്തിട്ടും അവൻ്റെ ആ വഴക്കൊന്നും തീർന്നില്ല. കാരണം അവൻ ആ ലോലിപോപ്പ് കിട്ടാണ്ടിരുന്നതിൻ്റെ ആ വാശിയുണ്ടായിരുന്നു. പിന്നെ കസിൻസും പിന്നെ ആൻറ്റിമാരും പപ്പാൻ്റെ അനിയത്തിമാരും അനിയൻ്റെ വൈഫും അങ്ങനെ കസിൻസും ഒക്കെ എല്ലാവരും വന്ന് പിന്നെ കേക്ക് കൊടുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ട് ഇഷ്യൂ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ന് വെച്ചാൽ ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫാൻ ഇടാൻ പറഞ്ഞിട്ട് അവർ ഫാൻ ഇട്ടു. കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല. ലൈറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉഷ്ണിച്ചൊഴുകുമായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റൊക്കെ ഇപ്പം കേക്കൊക്കെ കൊടുക്കുക. പിന്നെ കുറേ ഗിഫ്റ്റ്സൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. എല്ലാവരും കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ബർത്ത്ഡേയുടെ ഈ സമയത്ത് തന്നെ നമുക്ക് പുറകിൽ ഫുഡിങ് ഒക്കെ നടപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കുറേ പേരൊക്കെ അപ്പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ ഗോബി മഞ്ചൂരി പിന്നെ ചപ്പാത്തി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ പറയുക. പിന്നെ ഇഷുവിൻ്റെ ഷൂ ഒക്കെ ഇടയ്ക്ക് ഊരി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് ഷൂ ഇടുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. എപ്പോൾ ഇട്ടാലും അവൻ പെതുക്കി അത് ഊരിക്കളയും. പക്ഷെ അതിൻ്റെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഊരിക്കളയത്തില്ല കേട്ടോ. അതേ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അവൻ പെതുക്കി അതെല്ലാം ഷൂവും സോക്സും എല്ലാം ഊരിക്കളയും. പിന്നെ നമ്മുടെ ഈ തിരക്കൊക്കെ ഒന്ന് മാറാനൊക്കെ കുറേ നേരമൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ്. ആദ്യം നമ്മൾ വിളിച്ചപ്പോൾ വന്നില്ല. പിന്നെ അമ്മ പെതുക്കി എഴുന്നേറ്റ് വന്നു വയ്യാത്തതുകൊണ്ട്. പിന്നെ ഇതൊക്കെ ഇനി വരുന്നതൊക്കെ ഇവിടുത്തെ പിള്ളേർ സെറ്റും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. ഇപ്പോഴേ അവിടുന്ന് ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ട് കേക്ക് മുറിക്കുമ്പം അതിൻ്റെ അകത്ത് ആനിമൽസ് ഉണ്ടല്ലോ അതെല്ലാം ഓരോരുത്തർക്ക് വേണം, സിംഹം എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസിൻസൊക്കെ ഇങ്ങനെ അത് മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിപ്പം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഫോട്ടോ സെക്ഷനൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ കേക്ക് മുറിയൊക്കെയാണ്. ഇപ്പോഴും പിള്ളേരെല്ലാവരും ഈ കേക്കിലാണ് കണ്ണു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ പോയി. ഈ സമയത്ത് ഇഷ്യൂ കരച്ചിലായതുകൊണ്ട് ഞാൻ പാൽ കൊടുക്കാനായിട്ടങ്ങ് പോയായിരുന്നു. പിന്നെ അതുകൊണ്ട് ഈ കേക്ക് മുറിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. ഞാനും ഈ വീഡിയോയിലൊക്കെയാണ് കേക്കൊക്കെ മുറിക്കുന്നത് ഞാൻ കണ്ടത്, എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ പിള്ളേർ സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ചുറ്റിന് നിൽപ്പുണ്ടായിരുന്നെന്ന് പറയുന്നത് ഞാൻ കേട്ട് കാരണം ആനിമൽസിനെയൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് പറഞ്ഞല്ലോ ഗൂഗിൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് ഡാസ്ലിംഗ് വെഡ് സ്റ്റോറീസ് എന്നാണ് അവരുടെ പേര്.